55-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾക്ക് അകത്തു നിന്ന് എടുപ്പാൻ ആഗ്രഹിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അതിന്റെ മൂല പ്രയോഗം സമാധാനം എന്നുള്ള സ്ഥാനത്ത് കരുണയും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിന്റെ ശരിയായ പ്രയോഗം തന്നെ എടുക്കാം. സമാധാനം കൊണ്ടുപോയി സ്ഥാപിക്കാൻ, കുറച്ച് വാക്യങ്ങളിലൂടെ കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറ്റും, അത്ര സമയം എടുക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഡയറക്റ്റ് പിന്നെ നേരിട്ടുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് കയറ്റി പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്ത് നീതി, മറുഭാഗത്ത് കരുണ. ഈ നീതി ആരുടെ നീതിയാണെന്നറിയാവോ? ദൈവത്തിന്റെ നീതി, ഇപ്പുറത്ത് ദൈവത്തിന്റെ കരുണ. അപ്പോൾ ഈ നീതിയും കരുണയും രണ്ടുപേരും സംസാരിക്കുന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, രണ്ടാൾക്കും വാദഗതിയുണ്ട്. നീതിയുടെ വാദങ്ങൾ ഉയർത്തുകയാണ്, കരുണയുടെ വാദങ്ങൾ ഉയർത്തുകയാണ്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ രണ്ടാശയങ്ങൾ ഒരുപോലെ നമ്മെ വേട്ടയാടി ചില വിഷയങ്ങളുടെ നടുവിൽ നാം വിഷമവൃത്തത്തിലാകാറുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ കോടതി എന്ന് വിശേഷിപ്പിക്കുന്ന സ്വർഗീയ കോടതി, ആ കോടതിയുടെ ഒരു ചിത്രം വെളിപ്പാട് പുസ്തകം 20 ഉണ്ട്. ആ കോടതിക്കകത്ത് പുസ്തകങ്ങൾ തുറന്നു എന്നൊരു പ്രയോഗം കാണാം. അവിടെ കാണുന്ന പുസ്തകങ്ങൾ ബഹുത്വത്തിൽ ആകയാൽ ഒന്നിൽ കൂടുതലുണ്ട്. വേദ പുസ്തകം വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന രീതി അനുസരിച്ച് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒന്ന്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്ത് അഥവാ നിയമഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ. 2, സ്തോത്രം, ജീവപുസ്തകം, നമ്മുടെ പേർ എഴുതിയിരിക്കുന്ന സ്വർഗീയ രജിസ്റ്റർ. 3, സ്മരണയുടെ പുസ്തകം, മലാക്കി പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്മരണയുടെ പുസ്തകം, അത് ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകം. നമ്മുടെ ഓരോ ദിനവൃത്താന്തവും നമ്മുടെ ക്രിയ, വിക്രിയ, വിക്രമ പരിപാടികളെല്ലാം, വികൃതികളും ഒക്കെ അതിനകത്ത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ പേജിൽ തോമ ആരെന്നറിയാൻ, രക്ഷിക്കപ്പെട്ട തോമ ആരെന്നറിയാൻ തോമയുടെ പേജ് തുറന്നു നോക്കിയാൽ തോമാച്ചൻ ഏത് ടൈപ്പാന്നുള്ളത് മുഴുവനും അതിനകത്തുണ്ട്. ഇത്രയും പുസ്തകങ്ങളുടെ ആധാരമാക്കിയാണ്. ഇവിടെയുള്ള കോടതികളിൽ ചെന്നാൽ ചില പുസ്തകങ്ങൾ കാണാം. അതിലെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന. ആ പുസ്തകത്തിന് അനുസരിച്ചാണ് അവിടെ വാദിക്കുന്നത്. വാദിയുടെ അഭിഭാഷകനും പ്രതിയുടെ അഭിഭാഷകനും. 2, അത് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല കേൾവിക്കാരനായ ജഡ്ജിയും. അവരുടെ എല്ലാവരുടെയും പ്രധാന മാനദണ്ഡം നിയമഗ്രന്ഥമാണ്. ഇതുപോലെ സ്വർഗത്തിലെ നിയമഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ ആധാരമാക്കിയാണ് ദൈവിക വിധികൾ പുറപ്പെടുവിക്കുന്നത്. നീതിക്ക് വാദിക്കാൻ വേദപുസ്തകത്തിലെ ഒത്തിരി വാക്യങ്ങൾ നിയമവശത്തുണ്ട്. കരുണയ്ക്ക് വാദിക്കാൻ ഒത്തിരി വാദഗതികൾ നിയമഗ്രന്ഥത്തിനകത്തുണ്ട്. 2 പേരും ഈ നിയമഗ്രന്ഥത്തിലെ വകുപ്പുകൾ വെച്ചാണ് വാദിക്കുന്നത്. എന്നാൽ ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് ചുംബിക്കുക എന്നുള്ളത് അസാധുവായ കാര്യമാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, വാദിയുടെയും പ്രതിയുടെയും അഭിഭാഷകർ 2 പേരും കൂടെ ഒരുമിച്ച് ഒറ്റ ആശയപ്പുറത്ത്, ഒറ്റ പ്രത്യശാസ്ത്രത്തിന്റെ പുറത്ത് ഒന്നിച്ച് അവർ ഒന്നിക്കുന്നു, തമ്മി കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. നമ്മുടെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, അവൻ നീതിയും അവൻ സമാധാനവും, മൂലപ്രയോഗവും കരുണയും തമ്മിൽ എന്ത് ചെയ്യുന്നു? ചുംബിക്കുന്നു. ഇതിനെ തമ്മിൽ ചുംബിപ്പിക്കാനേ അവൻ സ്വർഗം മുടക്കിയ വിലയുണ്ടല്ലോ. അവിടെ ഇന്നിവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന ഓമനകുമാരന്റെ ജീവൻ അതിനുവേണ്ടി നൽകേണ്ടി വന്നു. സന്തോഷത്തോടൊന്ന് കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. സ്തോത്രം. അപ്പോൾ ഈ നീതിയും കരുണയും തമ്മിൽ ചുംബിക്കുക വിസ്തൃതിയുള്ള വിഷയമല്ലേ. ഇനി വാക്യങ്ങളൊന്ന് തകൃതിയിൽ, വാക്യം മാത്രം ഞാനൊന്ന് അടുക്കിന് പറഞ്ഞു പോകാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. 1, നീതി.
നീതി. ഈ നീതി ദൈവത്തിൻ്റെ നീതിയാന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ നീതിയുടെ ഒരു പ്രത്യേകത, എസ്രയുടെ പുസ്തകം അതിൻ്റെ 9-15 വാക്യം ഒന്ന് വായിച്ചാലും ഞാനങ്ങ് പറഞ്ഞു പോകാമെന്ന. യഹോവേ നീ നീതിമാൻ. യഹോവേ നീ ആരാണ്? നീതിമാൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി നാമങ്ങളിൽ, ക്രിയാനാമങ്ങളിൽ പല നാമങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ദൈവം നീതിമാൻ. സ്തോത്രം. നീതിമാൻ. ആമേൻ. നോക്കണേ, ദൈവം യഹോവേ നീ നീതിമാൻ. വീണ്ടെടുപ്പുകാരനേ നീ നീതിമാൻ. അടുത്തത് നെഹമ്യാവിൻ്റെ പുസ്തകം 9-33 വാക്യമാണ്. 33 വാക്യത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യമുണ്ട്, നീതിയുള്ള ദൈവമാകുന്നു. ആ വാക്യം ഒന്ന് വായിക്കാവോ? കിട്ടിയവരൊന്ന് വായിച്ചോ. നീതിമാൻ തന്നെ. നീ നീതിമാൻ തന്നെ. നീതിയുള്ള ദൈവമാണ്. ആമേൻ. ആ നീതിയുള്ള ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ 51:4 കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ആ വാക്യം വായിക്കാതിരിക്കരുത്, ഒന്ന് വായിക്കണം. വായിച്ചോ. അടുത്തത് ദൈവം സംസാരിക്കുമ്പോൾ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും. അപ്പോൾ സംസാരിക്കുമ്പോൾ നീതിമാനായും വിധിക്കുമ്പോൾ വായിച്ചോ. വായിച്ചോ. അപ്പോൾ നോക്കണമേ ആ വാക്യത്തിന്റെ പ്രത്യേകത. ഇനി ശ്രദ്ധിക്കുക. ആമേൻ. സദൃശവാക്യങ്ങൾ 16:12 കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. നീതി കൊണ്ടല്ലോ നിന്റെ സിംഹാസനം. ഒരു രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവിക സിംഹാസനത്തെ ദൃഷ്ടാന്തമാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നീതി കൊണ്ടല്ലോ നിന്റെ സിംഹാസനം സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. യെശയ്യാ പ്രവചനം 51:6 എൻ്റെ നീതിക്ക് നീക്കം വരികയില്ലെന്ന് ദൈവം തൻ്റെ നീതിയെക്കുറിച്ച് പറഞ്ഞു. അത് സ്ഥിരനീതിയാണെന്ന് പറഞ്ഞു. സ്തോത്രം. ഇത്രയും ഞാൻ പഴയ നിയമത്തിലെ വാക്യങ്ങൾ വായിപ്പിച്ചു പോയാൽ സമയം ഒത്തിരി വ്യാഖ്യാനിച്ചു പോകും. അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത്. ഇനി വളരെ പ്രാധാന്യമുള്ള പുതിയ നിയമ വ്യവസ്ഥിതിയിലേക്ക് ആ വാക്യത്തെ ഈ വിഷയം കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ നീതിയും കരുണയും തമ്മിൽ ചുംബിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. മറന്നു പോകരുത്. സ്തോത്രം. ക്രിസ്ത്യാനി യേശു കർത്താവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കാനുള്ള 12 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ നീതിയും കരുണയും തമ്മിൽ ചുംബിച്ച ഇടമാണ് കാൽവറി ക്രൂശ്, ക്രൂശിന്റെ വചനം. അതുകൊണ്ട് അത്രേ ഞങ്ങൾ ക്രൂശിന്റെ വചനത്തിൽ പ്രശംസിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഈ ചിന്തയോടെ എടുക്കാം. റോമാലേഖനം 3-ാം അധ്യായം അതിന് 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം അതിൻ്റെ 3-ാം അധ്യായം 24 മുതൽ 26 വരെ നിർത്തി വേഗത്തിൽ വായിച്ചാലും സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ കൃപയാൽ കിട്ടിയ നീതി, സൗജന്യമായുള്ള നീതി ആർക്ക് കിട്ടി? യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട നമുക്ക് ആ നീതീകരണം കിട്ടിക്കഴിഞ്ഞു. സ്തോത്രം. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? അതെങ്ങനെയാണെന്നറിയാമോ? ആ നീതീകരണം കിട്ടിയത്, നാം കുറ്റക്കാരായിരുന്നു, നാം പാപികളായിരുന്നു, നാം പാതാളത്തിൻ്റെ ആടുകളായിരുന്നു, നാം തെറ്റുകാരായിരുന്നു. എന്നാൽ നമ്മെ അവിടുത്തെ ഓമന കുമാരൻ സ്നേഹിച്ചിട്ട് നമ്മുടെ കുറ്റം അവിടുന്ന് അങ്ങ് ഏറ്റെടുത്ത് നമുക്ക് പകരമായി നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ മുഴുവനും സ്വന്തം ശരീരത്തിൽ നടപ്പിൽ വരാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, സ്തോത്രം, നമ്മെ ആ കുറ്റത്തിൻ്റെ കീഴിൽ നിന്ന് വിമുക്തരാക്കി സ്വർഗ കോടതി പ്രഖ്യാപിച്ചു. സ്തോത്രം. ആമേൻ. ഇവൻ ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചിരിക്കുകയാൽ ഇവന് ആമേൻ ആ നീതി ഞാൻ നൽകിയിരിക്കുകയാണ്. ഇവനെ നീതിമാനാക്കിയിരിക്കുന്നു.
സ്തോത്രം. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ നീതിയുടെ നീതീകരണം എവിടെയാണ് മുഴങ്ങിയത്? നീതീകരണ ശബ്ദം എവിടെയാണ് മുഴങ്ങിയത്? സ്വർഗത്തിൽ. മുഴങ്ങാൻ കാരണം എന്താണ്? യേശു കർത്താവിനെ വിശ്വസിച്ചപ്പോൾ നമുക്കുള്ള നീതീകരണത്തിന്റെ ധ്വനി അവൻ ദൈവ കോടതിക്ക് മുമ്പിൽ മുഴങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഇനി വായിച്ചോ താഴോട്ട്. നിർത്തിയിരിക്കുന്നു. നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും. ആ വാക്കൊന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്നു. യേശുവിനെ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവൻ. നമുക്കൊന്ന് കരമുയർത്തി കർത്താവിന്റെ മഹത്വം കരേറ്റാം. യേശുവിൽ ആര് വിശ്വസിക്കുന്നുവോ, ഏത് പാപി വിശ്വസിക്കുന്നുവോ, അവൻ ഏത് കുറ്റവാളി വിശ്വസിക്കുന്നുവോ, അവൻ സമൂഹം പാർശ്വവൽക്കരിച്ചവൻ വിശ്വസിക്കുന്നുവോ, എവിടെയെല്ലാം ഒറ്റപ്പെട്ടവൻ വിശ്വസിക്കുന്നുവോ, അവൻ ഏത് നിലയിൽ കിടക്കുന്നവൻ വിശ്വസിക്കുന്നുവോ, യേശുവിൽ വിശ്വസിക്കുന്നവന് നീതീകരണം കൃപയാൽ കർത്താവ് നൽകുകയാണ്. അങ്ങനെ കാലാകാലങ്ങളിൽ അവൻ നീതീകരണം യേശുക്രിസ്തുവിൽ കൂടെ കിട്ടിയവരാണ് നമ്മൾ. അതുകൊണ്ട് അഭിമാനത്തോടെ കരമുയർത്തി പറ, ആമേൻ, സ്തോത്രം. യേശുക്രിസ്തുവിൽ കൂടെ എനിക്ക് നീതീകരണം കിട്ടി, എന്നെ നീതീകരിച്ചു. അടുത്ത വാക്ക് ഈ കാലം. അത് ഏത് കാലമാണ്? സ്ലീഹായേ, പൗലോസ് പറഞ്ഞ സുപ്രസാദ കാലം. ഈ കാലം ഏതാണ്? 69-70 ആഴ്ചവട്ടങ്ങൾക്കിടയിലുള്ള കാലം. ഈ കാലം ഏതാണ്? ജ്ഞാനികൾക്ക് മറഞ്ഞിരുന്ന സഭാകാലം. ഈ കാലം ഏതാണ്? കൃപാകാലം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഈ കാലത്ത് വായിച്ചോ, ഈ കാലത്തു തന്നെ നീതിയെ പ്രദർശിപ്പിക്കാൻ അങ്ങനെ ചെയ്തു. 26-ാം വാക്യം എത്തുമ്പോൾ നിർത്തണം. ഏത് മാർഗത്താലോ, വായിച്ചേ, അതും കൂടെ വായിച്ചു നിർത്തിക്കോ. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗം. അതൊന്ന് ചേർന്ന് പറഞ്ഞേ. ഇത് കർമ്മമാർഗത്തിന്റെ സീസൺ അല്ല, ഇത് വിശ്വാസമാർഗത്തിന്റെ സീസണാണ്. ആ മാർഗത്തെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്. ഈ മാർഗം സംബന്ധിച്ച് ലൂക്കോസ് എഴുതിയത്, ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവ് ക്ലൗദിയോസ് ലൂസിയാസ് രാജശ്രീ ഫെലിക്സിന് ഉണ്ടായിട്ടും ഈ മാർഗം സംബന്ധിച്ച്, ഈ മാർഗം എന്ന് പറഞ്ഞിരിക്കുന്ന മാർഗം ഏത് മാർഗമാണ് എന്നുള്ളതിന് റോമാലേഖനത്തിൽ ഉത്തരം കാണുന്നു. വിശ്വാസമാർഗം. വാ തുറന്ന് പറ, ഈ മാർഗം ഇത് കർമ്മമാർഗത്തിന്റെ കാലമല്ല. കർമ്മകാണ്ഡ പുഷ്കരമായ ന്യായപ്രമാണ യുഗത്തിന്റെ മാർഗത്തിന് യേശു ആമേൻ സ്തോത്രം തന്നിൽ നിവർത്തി വരുത്തിയിട്ട് വിശ്വാസമാർഗം. മാർഗം എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്. ഒരു പുതുവഴി തുറന്നു. എതിലെ തുറന്നു? ദേഹമെന്ന തിരശീല രണ്ടായി കീറിയിട്ട് അതിനകത്തൂടെ തുറന്നപ്പോൾ അതിനകത്തേക്ക് വിശ്വസിച്ച് കയറി രക്ഷപ്പെട്ടവരാണ് ഇന്ന് ഈ പുറമറ്റത്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ. അവൻ ദേഹമെന്ന തിരശീലയ്ക്ക് ഉള്ളിലൂടെ കയറി രക്ഷ പ്രാപിച്ച രക്ഷിതഗണം കർത്താവിനെ രക്ഷയിൽ ആനന്ദിച്ച് മഹത്വം കരയറ്റട്ടെ. സ്തോത്രം. നീതീകരണം. ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി പറഞ്ഞു, നമ്മളെ ഒന്നും രക്ഷിക്കാൻ ന്യായപ്രമാണത്തിൻ്റെ നീതിയൊക്കെ ഉയർന്നു എന്ന് പറഞ്ഞു, നടക്കില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ.
അങ്ങനെ നീതി വാദിച്ച് നിൽക്കുകയാണ്. ഇനി താഴോട്ട് നീതിമാർഗത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ റോമാലേഖനത്തിൽ പൗലോസ് കുറിക്ക് നല്ല കണക്കിന് എഴുതി വെച്ചിട്ടുണ്ട്. 5:18, 21 കൂടെ ഒന്ന് വായിച്ചു. അങ്ങനെ ഏകന്റെ ലംഘനത്താൽ സർവ മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകന്റെ നീതിയാൽ, ഏകന്റെ നീതി, ആരുടെ നീതി? ക്രിസ്തുവേശുവിന്റെ നീതിയാൽ. ആ പ്രയോഗം, യേശു ക്രിസ്തുവിന്റെ നീതീകരണത്താൽ. വായിച്ചോ. സകല മനുഷ്യർക്കും ജീവകാരണമായ വാക്ക് അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. ജീവകാരണമായ നീതീകരണം വന്നിരിക്കുന്നു. ജീവകാരണമായ നീതീകരണം. സ്തോത്രം. ഈ ജീവകാരണമായ നീതീകരണം പ്രാപിച്ചവർ ദൈവത്തിനൊന്ന് മഹത്വം കരയറ്റാം. ഇത് പ്രസംഗിക്കുമ്പോൾ അറിയാം രക്ഷിക്കപ്പെട്ടവർ എത്ര എണ്ണം കൂട്ടത്തിൽ. ഒരു യോഗത്തിൽ എത്ര പേരുണ്ട് എന്നും, ചാഷിൻ്റെ ആൾക്കാർ എത്ര എണ്ണം ഉണ്ടെന്നും, ക്രിസ്തുവിൻ്റെ ആൾക്കാർ എത്ര എണ്ണം ഉണ്ടെന്നും ഒക്കെ ഇത് പ്രസംഗിക്കുമ്പോൾ അറിയാം. ഈ ചാക്കിനകത്ത് നെല്ലിങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാം പതിരും കൂടെ ഞാൻ നെല്ലാന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? എടാ, ഇതിനെ കാറ്റത്തിടുമ്പോൾ അറിയാം അല്ലേ? ഇതിനെ ഇച്ചിരി പൊക്കി ഇങ്ങനെ ഇങ്ങനെ വളരെ ഇടത്തില്ലയോ? ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ പാലക്കാട്ടൊക്കെ നല്ല കാറ്റുണ്ട്. കാറ്റത്ത് വയലിൽ ഈ നെല്ലെല്ലാം കൂടെ എടുത്തത് അതിനകത്ത് പതിരുമുണ്ട്. ഇതിനെ ഇങ്ങനെ പൊക്കി ഇടുമ്പോൾ നല്ലൊരു ഫാനും കൂടെ വെച്ചാൽ ചിലർക്ക് ഇങ്ങനെ ഇടുമ്പോൾ അന്നേരം നെൽമണി ഏതാന്നുള്ളത് ഇത് ഏതാന്നുള്ളത് തിരിയും. ഇത് പ്രസംഗിക്കുമ്പോൾ അറിയാം. പറയിപ്പിച്ചിട്ടൊന്നുമല്ല, അറിയാതെ രക്ഷിക്കപ്പെട്ട ഒരു സ്തോത്രം പറയും. സ്തോത്രം. യേശു ക്രിസ്തു ആരാന്ന് പറയാൻ, ഒറ്റ വാക്കിന് ഉത്തരം പറയാൻ ആംബിയർ ഇല്ലാത്ത, രക്ഷിക്കപ്പെട്ടു എന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് പെട്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ അവർ ഞെരിവിരി കൊള്ളും. എനിക്കത് കാണാൻ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ രസം? കാണണമെങ്കിൽ ഇവിടുന്ന് തിരിഞ്ഞു നിൽക്കണം. ഇവിടെ മാത്രമല്ല, പെന്തക്കോസ് ഗോളത്തിൽ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവകാരണമായ നീതീകരണം. എന്ത് വലിയ പ്രയോഗം അല്ലേ? നിർത്താൻ പോവാണ്. 2 കരുണ. 21 വാക്യം വായിച്ചോ. നീതിയാൽ, അതെല്ലാം നീതിയാൽ കിട്ടുന്നതാണ്. എന്നിട്ട് ഈ കരുണയെക്കുറിച്ച് ഞാൻ വാക്യം കൊണ്ട് പറയാൻ പോവാണ്. പുറപ്പാട് പുസ്തകം 33:19 ദൈവത്തിൻ്റെ അടുത്ത സ്വഭാവം, അവൻ കരുണ കാണിക്കാൻ, സ്തോത്രം, എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ എന്ത് ചെയ്യും? ദൈവം പറയാണ്, ഞാൻ കരുണ കാണിക്കും. എനിക്ക് അങ്ങനെയും കൂടെ ഉണ്ട്. ഞാൻ നീതിമാനാണ്, അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യും? കരുണ കാണിക്കും. എനിക്ക് കരുണ കാണിക്കണമെന്ന് തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും. അടുത്തത് ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം 21:13 നിന്റെ കരുണ ഏറ്റവും വലിയതെന്നൊരു പ്രയോഗമുണ്ട്. സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം 9:19 ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വിളിച്ചിരിക്കുന്ന മഹാകരുണ എന്നാണ്. മഹാകരുണ. സ്തോത്രം. സങ്കീർത്തനം 51:1 കരുണയുടെ ബഹുത്വം പ്രകാരം എന്നാണ്. കരുണയ്ക്ക് ബഹുത്വമുണ്ട്. ബഹുത്വം. സ്തോത്രം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2:10 സ്തോത്രം, ഇപ്പോഴോ ഞാൻ കരുണയുള്ളവൻ ആകും. സുപ്രസാദ കാലത്തൊരു പ്രയോഗമാണ്. നോക്കണേ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം തമ്പുരാൻ ഒരു ഭാഗത്ത് നീതിമാനായി നിൽക്കുകയാണ്, അപ്പോൾ തന്നെ കരുണയുള്ളവനായി നിൽക്കുകയാണ്. അപ്പം നീതി പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കോടതി നോക്കിയപ്പോൾ ശരിയാണ്. നീതിയുടെ വാദഗതിയോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം നിയമഗ്രന്ഥപ്രകാരമാണ്. ആമേൻ. പാപം ചെയ്യുന്നവൻ എന്ത് ചെയ്യണമെന്നുള്ളത് വചനത്തിലുണ്ട്. ആമേൻ. നീ പറയുന്നത് ശരിയാണ്.
അപ്പുറത്ത് കരുണ പറഞ്ഞു, മഹാദൈവമേ അങ്ങ് കരുണയുള്ളവനാണ്, മഹാകരുണ എന്നൊക്കെ എഴുതി വച്ചേക്കുന്ന കരുണ തോന്നുന്നവനോട് കരുണ തോന്നും, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് തോന്നുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അന്നേരം കരുണ വാദിച്ചത് പറഞ്ഞു, നീ പറഞ്ഞതും ശരിയാണ്. പണ്ട് ഒരു പാസ്റ്റർ ഒരു വീട്ടിൽ വിസിറ്റിങ്ങിന് കയറി ചെന്നപ്പോൾ അച്ചായനും അമ്മാമയും കൂടെ പൊരിഞ്ഞടിയാണ്. അപ്പം ആ സമയത്താണ് ഈ പാസ്റ്റർ എന്ന് കയറുന്നത്. കയറിയ വഴിക്ക് ഇത് പെട്ടെന്ന് ശമിപ്പിക്കാൻ പറ്റാതെ രംഗം പാസ്റ്റർ കാണുകയും ചെയ്തു, പ്രൈസലോട് പറയുകയും ചെയ്തു. അപ്പോഴത്തേക്കും അമ്മാമ്മ ബാക്കിയുള്ള പഞ്ഞം എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് പാസ്റ്റർ എടുത്തോട്ട് വന്നു. കേട്ടു. രണ്ടുപേരും കൂടെ പറയുകയാണ്. എന്നോടും ഇതൊക്കെ പറയാൻ വന്നവരുണ്ട് ശുശ്രൂഷ കാലയളവിൽ, ഞാനും കേട്ടിട്ടുണ്ട്. നമ്മൾ ഇടപെടണമല്ലോ ചില കാര്യങ്ങൾക്ക്. പെട്ടുപോകുന്നതാണ്. ചെന്ന് ഈ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അടി നടന്നാൽ നമുക്ക് പിന്നെ നമ്മൾ മാപ്പ് സാക്ഷിയാകും. അടി കഴിഞ്ഞ ശേഷം വന്നാൽ ആരുടെ എന്നൊക്കെ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അപ്പം നമ്മൾ ഇതിനകത്ത് വന്ന് പെട്ടുപോയ സാഹചര്യമുണ്ട്. അപ്പോൾ ഉണ്ടായൊരു കാര്യമാണ്. അന്നേരം അച്ചായന് പറഞ്ഞു, കുറേ കാര്യം അമ്മാമ്മയെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ചായനെക്കുറിച്ച് അമ്മാമ്മയും പറഞ്ഞതൊക്കെ ബഹുരസമാണ്, ഇപ്പോൾ വിസ്തരിക്കാൻ നേരമില്ല. എന്നിട്ട് അവസാനം പാസ്റ്റർ ഇനി പറയാൻ പറഞ്ഞു. അന്നേരം പാസ്റ്റർ പറഞ്ഞു, അച്ചാൻ പറഞ്ഞു ശരിയുമാണ്, അമ്മാമ്മ പറഞ്ഞതിൽ ഒട്ടും തെറ്റുമില്ലെന്ന്. കാര്യം വീട്ടിൽ ചെല്ലും വല്ല ദശാംശം കൊടുക്കുന്ന അച്ചാനാ, ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കൊടുക്കുന്ന ഈ അമ്മാമ്മയാ. ഇതിന് രണ്ടിനെയും പിണക്കിയ രണ്ടും നമ്മുടെയല്ലേ. പണ്ട് ഞാനൊരു വഴക്കാളി സഭയ്ക്കകത്ത് ചുമതല എടുത്തപ്പം പറഞ്ഞു, അവനെ ശരിക്കും നിർത്തണം, നിലയ്ക്ക് നിർത്തണം, പാസ്റ്റർക്കേ പറ്റണം. ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നതല്ല, ഇത് നിങ്ങളുടെ വഴക്കാളിയാ, ഇത് പോകുമ്പോൾ ഞാൻ ഇതിനെ കൊണ്ടുപോകത്തുമില്ല, അതുകൊണ്ട് സഹിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഇത് കൃപയും കരുണയും രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ വാദിച്ച് നിൽക്കുകയാണ്. അമ്മ കരുണ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു, നീതി പറഞ്ഞതും ശരിയാന്ന് പറഞ്ഞു. അന്നേരം ഇതെങ്ങനെയാ കർത്താവേ അങ്ങ് ശരിയാക്കാൻ പോകുന്നത്? ബാ നീ കണ്ടോ, ഞാൻ വേഷത്തിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി എങ്ങോട്ട് വേഷം മാറി താണ ലോകത്തിലേക്ക് അവിടുത്തെ രണ്ടാം ആളത്വം പുത്രത്വം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് നീതി പറഞ്ഞു, ശിക്ഷയിലെ നിറവേറേണ്ടത് ദാ ആ ശിക്ഷ ഞാൻ ഏറ്റെടുത്തു. നീതിക്ക് ഇനി മിണ്ടാൻ പറ്റില്ല. കരുണ പറഞ്ഞു ശിക്ഷ നടപ്പിലാക്കാതിരിക്കല്ലേ വേണ്ടത്. സ്തോത്രം. അത് ഞാൻ എന്ത് ചെയ്തു? ആമേൻ. ദൈവത്തിൻ്റെ ഓമനകുമാരൻ പറഞ്ഞു ഹല്ലേലൂയ, അത് ഞാൻ ഏറ്റെടുത്തിരിക്കുക, അതുകൊണ്ട് ഞാൻ നിന്നോട് കരുണ കാണിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇടയ്ക്ക് കയറി യേശു ചാടി വീണു. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, ഒന്നും കൂടെ പറഞ്ഞാൽ, മധ്യസ്ഥനായിട്ട് നിന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നമ്മൾ മിടുക്കനും മിടുക്കിയായിട്ടൊക്കെ ഇരിക്കുന്നത്. സ്തോത്രം. തിരിച്ചറിയുന്ന ദൈവമക്കളും ദൈവത്തിൻ്റെ മഹത്വം കരേട്ടാം. അങ്ങനെ കർത്താവ് ചാടി വീണില്ലായിരുന്നു. നാം പാതാളത്തിൻ്റെ ആടായിരുന്നു. നാം കാബൂൽ പ്രദേശത്ത് പാർക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയായിരുന്നു നമ്മുടെ ഓഹരി. അവൻ അവിടെയൊക്കെ പോകാനുള്ളവരായിരുന്നു. കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള നരകത്തിലേക്കുള്ള അവൻ ആടായി നാം പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. എന്നാൽ അവിടുത്തെ ഓമന കുമാരൻ നമുക്ക് വേണ്ടി നീതിയായി തീർന്നു. നമുക്ക് വേണ്ടി നമ്മോട് കരുണ തോന്നി. അതുകൊണ്ടാണ് നാം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് പുത്രത്വം കിട്ടി. അതുകൊണ്ട് നമുക്ക് സ്വർഗീയ പൗരത്വം കിട്ടി. അതുകൊണ്ട് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി ലഭിച്ചു. ആമേൻ. അതുകൊണ്ട് ആമേൻ നാം അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് രൂപാന്തരീകരണം, മഹത്വീകരണം, ഏകീകരണം, രൂപാന്തരീകരണം കിട്ടി. രക്ഷയിൽ ആനന്ദിക്കാൻ ആനന്ദം ഉള്ളിലുള്ളവര്, ഉള്ളിൽ തുടുപ്പുള്ളവര് അല്പനേര കരങ്ങൾ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിച്ചേ. ദൈവത്തെ നീ ആരാധിക്കേണ്ടത്. യേശു എനിക്ക് വേണ്ടി ജീവൻ തന്നു.
അർദ്ധരാജനാഥനാഥന ഓമനകുമാരന്റെ കയ്യിലൂടെ ആണി കയറിയത്, ഓമനകുമാരന്റെ വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടത്, അവിടുത്തെ തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അടിയേൽക്കപ്പെട്ടത്. എങ്ങനെ ഞങ്ങൾ പ്രശംസിക്കാതിരിക്കും ക്രൂശിൽ? പൗലോസ് പറഞ്ഞു, ഞങ്ങൾ അവന്റെ ക്രൂശിലാണ് പ്രശംസിക്കുന്നത്. ഞങ്ങൾ വന്ന കാറിലല്ല, ഞങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലല്ല, ഞങ്ങൾ പാർക്കുന്ന വീടിൻ്റെ മഹിമയിലല്ല, ഞങ്ങളുടെ ബാങ്ക് ബാലൻസിലല്ല, ഞങ്ങളുടെ മക്കൾ എത്തിച്ചേർന്നിരിക്കുന്ന രാജ്യത്തിൻ്റെ പേരിൻ്റെ ബഹുത്വത്തിലോ പൗരത്വത്തിൻ്റെ ശ്രേഷ്ഠതയിലോ അല്ല. ഞങ്ങൾ പ്രശംസിക്കുന്നത് ഞങ്ങളുടെ ശിക്ഷ ഒഴിയപ്പെട്ട് ഞങ്ങൾക്ക് രക്ഷ ലഭ്യമായിരിക്കുന്ന ഈ നീതീകരണത്തിലാണ്. Thank you, Jesus. അതുകൊണ്ട് വരുന്നൊരാഴ്ചയുടെ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും എല്ലാ ദിവസവും നുണയും കൊതിയും ഒന്നും പറയാതെ പിറാന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ, സ്തോത്രം, ഒന്നും ശരിയാകുന്നില്ല, ഇതുപോലൊരു വീട്, ഇങ്ങനെ ഒരു കെട്ടിയവൻ, ഇങ്ങനെ ഒരു മക്കള്, ഇല്ലാത്ത മക്കളെ അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാതെ ഈ രക്ഷയിൽ ആനന്ദിച്ച് സന്തോഷിച്ച് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ യേശു ക്രൂശിക്കപ്പെട്ട് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കാണണം. അങ്ങനെ ക്രൂശിക്കപ്പെട്ടവനെ കണ്ടുകൊണ്ട് കരമടിച്ച് ആ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച വേദനകൾ ഓർത്ത് അവൻ നമ്മളൊന്ന് സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് ശിക്ഷ ഒഴിഞ്ഞത് ഓർത്ത് ആനന്ദിച്ച് അങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ വലിയവനായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ.